ഇതിന്റെ മൃതദേഹം സ്വന്തം നാടായ ഉഴമരക്കലിലേക്ക് ഇന്ന് രാവിലെ 7 മണിയോടെ എത്തി. നെഞ്ചു പൊട്ടുന്ന കാഴ്ചയായിരുന്നു അവിടെ കണ്ടത്. നിലവിളിച്ചുകൊണ്ട് പറ്റാത്ത ഒരു കാഴ്ചയാണ് കാണുന്നത്. അലമുറയിട്ട് കരഞ്ഞ അമ്മയെയും അച്ഛനടക്കമുള്ള മറ്റു ബന്ധുക്കളെയും സമാധാനപ്പെടുത്താൻ ഒപ്പമുണ്ടായിരുന്നവർ നന്നേ പാടുപെട്ടു. എല്ലാവരും നിസ്സഹായരായി പോയി. ഇവൻ നിതിൻ, 23 വയസ്സ്. ഈ കഴിഞ്ഞ ദിവസം അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ നിന്നും ചാടി മരിച്ച മകനായതട്ടോ. കാരണം എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് അത്രയും മനോവേദന, ജാതിയുടെ പേരിലും നിറത്തിൻ്റെ പേരിലുമാണ് ഈ കുട്ടീനെ നന്നായിട്ട് അവർ പീഡനം ചെയ്തത്. സാധാരണ എന്ന് വെച്ചാൽ ഒരു മെഡിക്കൽ കോളേജിൽ നമ്മളൊരു മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് പോകുന്ന അത്രയും പൈസ കെട്ടിവെച്ചിട്ടാണ്. ഇപ്പം എന്താ പറയുക, അമ്മ തൊഴിലുറപ്പ് പണിയെടുക്കുന്നത്, അച്ഛൻ പെയിൻറ്റിങ് തൊഴിലാളി. അപ്പം അവർ മകൻ അത്രയും പ്രതീക്ഷയോടുകൂടിയാണ് ആ മെഡിക്കൽ കോളേജിലേക്ക് ഡോക്ടർ വിഭാഗം പഠിക്കാൻ വേണ്ടി, BDS ഡോക്ടർ, അതായത് പല്ലിൻ്റെ ഡോക്ടർ വിഭാഗം പഠിക്കാൻ വേണ്ടി കൊണ്ട് ചേർക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആ കുട്ടിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായ ഒരു മാഷും ഒരു ടീച്ചറും. അമ്മ തൊഴിലുറപ്പും അച്ഛൻ പെയിൻറ്റിങ് തൊഴിലാളി ആരും ആയിക്കോട്ടെ, മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് വരുമ്പോൾ വെറും കൈയോടെ വരുമല്ലോ. അവിടുത്തെ ഫീസും കാര്യങ്ങളൊക്കെ എന്താ പറയുക ഫില്ല് ചെയ്തിട്ട് മാത്രമല്ല അവിടെ ആ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് കയറാൻ പറ്റുള്ളൂ. ജാതിയുടെ നിറത്തിൻ്റെയും പേരിൽ കുറേ ആക്ഷേപിക്കുക, അന്ന് മുഴുത്ത പട്ടി, അങ്ങനെ ഇതാണോ ഒരു അധ്യാപകർ ഒരു വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കേണ്ട അറിവ്? ഇതാണോ? അതല്ല, ഈ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് വന്നു കഴിഞ്ഞാൽ എന്ത് തോന്നിയാസവും കാട്ടിക്കൂട്ടാന്നാണോ? ഇതാണ് ഈ കുട്ടിയുടെ കൊലപാതകത്തിന് കാരണമായ ആ മാഷും ടീച്ചറും. ഈ മാഷാണ് ആ ഒരു നിറത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിലും. സാധാരണയാണ് നിറം കറുപ്പും വെളുപ്പും ഒക്കെ സാധാരണയാണ്. എന്നുവെച്ചാൽ വെളുത്ത അച്ഛന് കറുത്ത മക്കളുണ്ടാവും, ഇനി കറുത്ത അച്ഛന് വെളുത്ത മക്കളുണ്ടാവും. അതെല്ലാം സ്വാഭാവികമാണ്. അതൊന്നും പഠനവുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട ഒരു കാര്യമല്ല. നിങ്ങളും ഒരു അച്ഛനും അമ്മയും ഒക്കെ ആയിരിക്കൂലേ? കാരണം നിങ്ങളെ കുട്ടിക്കാന്ന് ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അനങ്ങാണ്ടിക്കോ? ഒരിക്കലും ഇരിക്കൂല. ഇവരെ പീഡനം സഹിക്കാൻ വയ്യാതായിട്ട് ആ കുട്ടി ഒരു വോയിസ് മെസ്സേജ് പുറത്തു വിട്ടിട്ടുണ്ട്, കോളിൻ്റെ ഒരു വോയിസ്. അതിപ്പം ഞാൻ ഇതിൽ വെച്ച് തരാം കേട്ടോ, എല്ലാവരും ഒന്ന് അത് കേട്ട് നോക്കണം. ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള. അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാ പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ്, നീ ഗേറ്റിന് പുറത്തിറങ്ങിയാൽ നിൻ്റെ കൈയും കാലും വിട്ടും, നീ കൈ ഇല്ലാണ്ട് നീ പിന്നെ ജീവിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു, സാറേ അതൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ സംഗീത മാം എല്ലാം എന്നെ തന്നെ നോക്കിയിരിക്കണം. അപ്പോൾ അജീഷ മാം പറഞ്ഞു, നിതിൻ കൂളെന്ന് പറഞ്ഞു. ഇന്നലെ ശരിക്കും നിങ്ങളെന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ്സും ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വെറുതെ എണീച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിന് ശേഷം പറയണേ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന പാരൻസിന് പോയി ഇത് കൊടുക്കാൻ, എൻ്റെ സർപ്രൈസായിട്ട് കൊടുത്തേക്ക് ഇൻസൾട്ട്. ഓക്കെ, ഞാൻ ക്ഷമിച്ചു, ഒരു പരിധി വരെ ക്ഷമിച്ചിരുന്നു, ഒരൊറ്റ ക്ഷമിച്ച്. ഓരോ കുട്ടികളെയും പേപ്പർ കൊടുത്ത് വായിച്ചിടന്ന് ചെയ്യിക്കുന്നു, അത് ഓരോ സ്പെല്ലിങ്ങും പറഞ്ഞു. അപ്പോൾ എല്ലാവരും കേട്ടില്ല ആ ശബ്ദ സന്ദേശം. അപ്പം ഈ ഒരു കുട്ടീനെ അവിടെ നിന്ന് ഇല്ലാണ്ടാക്കിയിട്ട് ആ ഒരു സീറ്റ് ആർക്ക് കൊടുക്കാൻ? അവൻ്റെ അമ്മാവൻ്റെ മകന് കൊടുക്കാനായിരിക്കും, ആ മാഷിൻ്റെ അമ്മാവൻ്റെ മകന് കൊടുക്കാനായിരിക്കും. ഇവരൊന്ന് സസ്പെൻഡ് താൽക്കാലികം ചെയ്താൽ മാത്രം പോരാ, അവരുടെ ജീവിതകാലം മുഴുവനും ഒരു സ്കൂളിൽ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ, എന്താ പറയുക, ഒരു ഡോക്ടറേറ്റ് പഠിക്കുന്ന ഒരു സ്ഥാപനത്തിലും അവർക്ക് ഒരു കാലത്തും ഒരു അധ്യാപകനായിട്ട് നിർത്താൻ പാടില്ല ഇവർ.